ഇടുക്കി ജില്ലയിലെ മഴ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് വന്നാൽ ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇടവിട്ട ശക്തമായ മഴ തുടരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പൊന്മുടി, കല്ലാർകുട്ടി, പാംബ്ല, മലങ്കര ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തുടരുന്നു. നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, ഇടുക്കിയിൽ ഇന്നിപ്പോൾ അവധിയുണ്ട്. മഴ ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്നു അല്ലേ? റോഷിനി, ഇന്നലെ ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴയായിരുന്നു ഇടവിട്ട് തുടരുന്നത്. പലയിടങ്ങളിലും തോരാമഴ, അതായത് ശക്തി കുറഞ്ഞ തോരാമഴ തന്നെയായിരുന്നു രാത്രി അനുഭവപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. അതുമാത്രമല്ല, മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ വാർത്ത തന്നെയാണ്. റോഷിനി സൂചിപ്പിച്ച പോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതിന് കാരണം ഇന്നും നാളെയും ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം മുല്ലപ്പെരിയാറാണ്. മുല്ലപ്പെരിയാർ നിലവിലെ ഇന്ന് പുലർച്ചെ 2 മണി വരെയുള്ള കണക്ക് പ്രകാരം 134.80 ജലനിരപ്പ്. നാളെ അത് 136 എത്തുമെന്നാണ് നിലവിലെ കണക്ക് കൂട്ടൽ. അങ്ങനെ വരികയാണെങ്കിൽ നാളെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ പെരിയാറിന് തീരത്തുള്ള ആളുകൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളെ വേണമെങ്കിൽ മാറ്റി പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ വെള്ളം നേരെ ഒഴുകിയെത്തുക ഇടുക്കി ഡാമിലേക്കാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, 4 ഡാമുകൾ ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട്. പൊന്മുടി, കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളും തുടരുകയാണ്. അതായത് ജലവിനോദങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണം നാളെ വരെയാണ് ഇതിനോടകം തന്നെ നീട്ടിയിട്ടുള്ളത്. അതുകൂടാതെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ ക്രമീകരണങ്ങളിലേക്ക് ജില്ല പോകേണ്ടി വരും. റോഷ്നി, രാഹുൽ സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഈ യാത്രിക പോകുന്നവർ നന്നായി സൂക്ഷിക്കുക.